പള്ളി ആനമല റോഡിൽ വീണ്ടും കാട്ടാന കബാലി ഇറങ്ങി. 2 മണിക്കൂറോളം വാഹനങ്ങൾ വനപാതയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, അതിരപ്പള്ളി ഈ ഒരു മേഖലയിൽ ഇപ്പോൾ കാട്ടാന കബാലി ഇറങ്ങുന്നത് സ്ഥിരമായിരിക്കുകയാണ്. കബാലിയെ അവിടെ നിന്ന് തുരത്താൻ സാധിച്ചിട്ടുണ്ടോ? വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അവിടെ എത്തി ഏതെങ്കിലും തരത്തിൽ ഈ ആനയെ തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതുല്യ, കഴിഞ്ഞ 2 മാസത്തിലധികമായി കബാലിയുടെ ശല്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ 2 മാസങ്ങൾക്ക് ശേഷം 2 ദിവസം മുൻപാണ് കബാലി ഈ സമാന രീതിയിൽ റോഡിൽ ഇറങ്ങിയത്. ഇതേ റൂട്ടിൽ തന്നെയാണ്, അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ തന്നെയാണ് കബാലി ഇറങ്ങിയത്. ഏറെ നേരം സമാന രീതിയിൽ റോഡിൽ നിലയുറപ്പിച്ചിരുന്നു. അന്നും KSRTC ബസ്സും അതുപോലെ തന്നെ കാറുകളും ഉൾപ്പെടെ ഏറെ നേരം വഴിയിൽ കുടുങ്ങി. പിന്നീട് വശങ്ങൾ ചേർത്ത് ഈ വാഹനങ്ങൾ അവിടെ നിന്നും എടുത്തു പോയി. അതിനുശേഷം വനപാലകരെത്തി കബാലിയെ തുരത്തി വിട്ടതാണ്. പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വൈകിട്ടാണ് വീണ്ടും ഇതേ റൂട്ടിൽ അതിരപ്പള്ളി ആനമല റൂട്ടിൽ പത്തടി പാലത്തിന് സമീപം വൈകിട്ടോടെ കബാലി ഇറങ്ങിയത്. റോഡിന്റെ വശത്ത് നിന്നിരുന്ന ഒരു മരം റോഡിലേക്ക് മറിച്ചിട്ട് അതിന്റെ ഇലകളും മറ്റും ഭക്ഷിച്ച് ഏറെ നേരം കബാലി റോഡിൽ നിലയുറപ്പിച്ചു. ഇതോടെ KSRTC ബസ് ഉൾപ്പെടെ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ വിനോദസഞ്ചാരികളുടെ കാറുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് മണിക്കൂറുകളോളം ഈ റോഡിൽ കുടുങ്ങിക്കിടന്നത്. 3 മണിക്കൂറോളം ഏകദേശം ഈ വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടന്നു. ആന അത്രയും സമയം ഈ റോഡിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയായിരുന്നു. ഒടുവിൽ ഷോളയാർ റേഞ്ചിലെ വനപാലകരെത്തി ആനയെ തുരത്തി മാറ്റിയതിനു ശേഷം റോഡിൽ മറിച്ചിട്ട മരം മുറിച്ച് മാറ്റിയതിനു ശേഷം 8 മണിയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. ഇപ്പോൾ ഈ പാത വാഹനങ്ങൾ സാധാരണഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങി. 8 മണിയോടെയാണ് ഈ മരം മുറിച്ചു മാറ്റി ആനയെ തുരത്തിയതിനു ശേഷം വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. എന്തായാലും നാളുകളായി ഈ ആനയുടെ ശല്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. പിന്നീട് 2-3 മാസങ്ങൾ ഈ ആന കാട് കയറി വീണ്ടും ഇത് 2ാം തവണയാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപ് ഇറങ്ങി, ഇപ്പോൾ ഇന്ന് വീണ്ടും ഇറങ്ങി. ഇതോടെ വനപാലകർ ഉൾപ്പെടെ കടുത്ത ആശങ്കയിലാണ്. കാരണം മേഖലയിൽ ഈ സമാന രീതിയിലുള്ള മറ്റ് 2 ആനകൾ കൂടിയുണ്ട്. ഏഴാറ്റുമുഖം ഗണപതിയുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു ആന കൂടി ഈ മേഖലയിലുണ്ട്. 3 ആനകളാണ് ഈ മേഖലയിൽ സ്ഥിരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആന. അതിൽ കബാലിയുടെ ശല്യം 2 മാസമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും കബാലി കൂടി രംഗത്തെത്തി. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ വരെ ആന തുടർച്ചയായി 2 തവണ എത്തിയത്. ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന പോലീസുകാർ ഉൾപ്പെടെ ഇടപെട്ടാണ് അന്ന് ആനയെ തുരത്തി വിട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ കബാലിയുടെ ശല്യം കൂടി ഈ മേഖലയിൽ തുടർന്ന്. എന്തായാലും മേഖലയിൽ നിരന്തരമായി നമുക്കറിയാം കാട്ടാനകളുടെ ശല്യമുള്ള ഒരു മേഖലയാണ്. മഞ്ഞക്കൊമ്പനുണ്ട്, കബാലിയുണ്ട്, ഏഴാറ്റുമുഖം ഗണപതിയുണ്ട്. എന്തായാലും ഈ മേഖലയിൽ വലിയ രീതിയിൽ ഈ കാട്ടാന ശല്യം അതുപോലെ പുലിശല്യം ഉൾപ്പെടെയുള്ളവയ്ക്കെതിരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ സമരമൊക്കെ നാളുകൾക്ക് മുൻപ് നടന്നതാണ്. ഈ ആന ഇറങ്ങുന്നത് തടയാൻ ഈ അതിരപ്പള്ളി വനമേഖലയിൽ നിന്നും ചാലക്കുടി പുഴ കടന്നാണ് ഈ ആനകളെല്ലാം ഈ കാട്ടിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. നമുക്കറിയാം, അതിരപ്പള്ളി മലക്കപ്പാറ എല്ലാം വിനോദ സഞ്ചാര മേഖല കൂടിയാണ്. നിരവധി വിനോദസഞ്ചാരികളാണ് സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി അനുദിനം ഇവിടേക്ക് എത്തുന്നത്. അവർ ഉൾപ്പെടെ കടുത്ത ഭീതിയിൽ തന്നെയാണ് കഴിയുന്നത്. ശാശ്വതമായൊരു പരിഹാരം വേണമെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികളുടെയും അതുപോലെ തന്നെ KSRTC ബസ് ജീവനക്കാരുടെയും അതുപോലെ വിനോദസഞ്ചാരികളുടെയും ഒക്കെ ആവശ്യം. എന്തായാലും ഇപ്പോൾ ഈ ഉണ്ടായ ഈ പ്രശ്നം ഷോളയാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ആനയെ തുരത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം. പക്ഷേ നാളെയും അല്ലെങ്കിൽ നാളെകളും ഈ കബാലി ഉൾപ്പെടെ വീണ്ടും ഇറങ്ങാമെന്നൊരു ആശങ്ക, കടുത്ത ആശങ്ക വനപാലകർക്ക് ഉൾപ്പെടെ ഉണ്ട്. അതുല്യ. ശരി അനീഷ്, അതിരപ്പള്ളി ആനമല സംസ്ഥാന പാതയിൽ ഇറങ്ങിയ കബാലിയെ വനപാലകരെത്തി തുരത്തി 2 മണിക്കൂറോളം വനപാതയിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ച ശേഷമാണ് ആനയെ തുരത്താനായത്. മേഖലയിൽ കാട്ടാന ശല്യം ഈയിടെയായി വർദ്ധിക്കുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെയും അതുപോലെ തന്നെ KSRTC അടക്കമുള്ള ബസ് ജീവനക്കാരുടെയും എല്ലാം ആവശ്യം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി. ഇനി നോക്കാം ഇന്നത്തെ